പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ ആഴ്ച അവസാനിക്കാനിരിക്കെ ബുധനാഴ്ച FCRA ബിൽ അവതരിപ്പിക്കുമെന്ന് സൂചന. ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിനു പകരം കേരളം എന്നാക്കുന്നതിനുള്ള ബില്ലും പാർലമെന്റിൽ അവതരിപ്പിക്കും. അതേസമയം CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയും വരെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഈ മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുൻപായി FCRA ഭേദഗതി ബിൽ അവതരിപ്പിച്ച് പാസാക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. FCRA ബില്ലിന്മേലുള്ള ചർച്ചകൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകും. നിലവിൽ പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടികയിൽ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ഉൾപ്പെടുത്തിയിട്ടില്ല. ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിന് പകരം കേരളം എന്നാക്കുന്നതിനുള്ള ബിൽ, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ തുടങ്ങി മറ്റു 4 ബില്ലുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. FCRA ഭേദഗതിയെ ശക്തമായി എതിർക്കുമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ വ്യക്തമാക്കിയത്. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബിൽ അല്ലാത്തതുകൊണ്ട് തന്നെ FCRA പാർലമെന്റിൽ പാസാക്കാനുള്ള ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിനുണ്ട്. വനിതാ സംവരണം, മണ്ഡല പുനർനിർണയ, ഭരണഘടനാ ഭേദഗതി ബിൽ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കില്ല എന്നാണ് റിപ്പോർട്ട്. 10, 11, 12 തീയതികളിൽ മുഴുവൻ അംഗങ്ങളോടും നിർബന്ധമായും ഹാജരാകാൻ നിർദ്ദേശിച്ച് കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി നൽകും വരെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.